കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ധാരണ. ഇടുക്കിയിൽ ജോസഫ് വാഴയ്ക്കനും വടകരയിൽ രാജ്മോഹൻ ഉണ്ണിത്താനും വയനാട്ടിൽ ടി സിദ്ദിഖും മത്സരിക്കും. എറണാകുളത്ത് കെ വി തോമസ് തന്നെയാണ് സ്ഥാനാർത്ഥി. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും മത്സരത്തിനില്ലെന്ന് മൂന്നുപേരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്നുപേരും സ്ഥാനാർത്ഥികളായി ഇരിക്കുകയില്ല. ഈ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30 മണിക്ക് ഞങ്ങളുടെ CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരുകയാണ്. ഇന്ന് സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർത്തിയാക്കാനും ആ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കാനും സാധിക്കുമെന്ന പ്രത്യാശയാണ്. കേരളത്തിലെ എല്ലാ അതോടെ പ്രവർത്തകരും ധാരാളം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി അറിയാമല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി 20 സ്ഥലത്തും കാൻഡിഡേറ്റ് ഉമ്മൻചാണ്ടിയാണ്, രമേശ് ചെന്നിത്തലയാണ്, മുല്ലപ്പള്ളിയാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കേരളത്തിലെ കോൺഗ്രസ് വൻ വിജയം നേടും. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും മത്സരിക്കും. പാലക്കാട് VK ശ്രീകണ്ഠനും ആലത്തൂരിൽ രമ്യ ഹരിദാസുമാണ് സ്ഥാനാർത്ഥികൾ. പ്രഖ്യാപനം 6:30 ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് ശേഷമുണ്ടാകും. അതേസമയം ഇത്തവണ മത്സരിക്കാനില്ലെന്ന് PJ ജോസഫ് വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും UDF-ൽ തുടരും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് M ഉണ്ണികൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്ന് R കിരൺ ബാബുവും ഇടുക്കിയിൽ നിന്ന് MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം ഉണ്ണി, തർക്കമുണ്ടായിരുന്ന സീറ്റുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ധാരണയിലേക്ക് എത്തിയത്? ഔദ്യോഗിക പ്രഖ്യാപനം 6:30 ഉണ്ടാകാനിരിക്കുകയാണ്. മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണോ ഇടം പിടിച്ചിട്ടുള്ളത്? രേണുക, ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കം പാളിയതോടുകൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് ഏറെക്കുറെ വിരാമമായിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അവസാന ഘട്ടത്തിൽ, അതായത് ഇന്നലെ നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചർച്ചകൾക്ക് ശേഷമാണ് KPCC നേതൃത്വം വീണ്ടും സജീവമായ ശ്രമങ്ങൾ നടത്തിയത്. ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ചകൾക്കായി എത്തിക്കാനായിരുന്നു ശ്രമം. ഉമ്മൻചാണ്ടിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുക, ആന്റോ ആന്റണിയെ ഇടുക്കിയിലേക്ക്, അങ്ങനെ അവിടെയുള്ള 3 സീറ്റുകൾ, കോട്ടയമടക്കം 3 സീറ്റുകളിൽ UDF-ന് ഗുണമുണ്ടാക്കുക എന്നതായിരുന്നു ഒരു കണക്കുകൂട്ടൽ. പക്ഷേ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഡൽഹിയിലെ ചർച്ചകളിലേക്കും പങ്കെടുക്കാൻ തയ്യാറാകാതെ ബംഗളൂരുവിൽ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി. ഇതോടുകൂടി ആ നീക്കം പരാജയപ്പെടുകയും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും കൂടി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ആദ്യമായി ഉമ്മൻചാണ്ടി മത്സരിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകി. മുല്ലപ്പള്ളിയും KC വേണുഗോപാലും മത്സരിക്കില്ല എന്ന് നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഉമ്മൻചാണ്ടിയെ അനുസരിച്ചിരുന്ന ആ കണക്കുകൂട്ടലിൽ ഉണ്ടായിരുന്ന 3 മണ്ഡലങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ നീങ്ങിയത്. നിലവിൽ 2 സീറ്റുകളിൽ മാത്രമാണ് ചെറുതായെങ്കിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതായത് ഇടുക്കി, വയനാട് സീറ്റുകൾ. വയനാട് I ഗ്രൂപ്പിന്റെ സീറ്റാണെങ്കിലും അവിടെ ടി സിദ്ദിഖ് മത്സരിക്കുന്നതിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു A ഗ്രൂപ്പിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ I ഗ്രൂപ്പിനെ മത്സരിപ്പിക്കുക ഇടുക്കിയിൽ എന്നതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല. ജോസഫ് വാഴയ്ക്കന്റെ പേര് അവിടെ പരിഗണിക്കണം. ഇനി ജോസഫ് വാഴയ്ക്കിന് പകരം ഡീൻ കുര്യാക്കോസിനെ മത്സരിപ്പിക്കണം ഇടുക്കിയിലെങ്കിൽ വയനാടിൽ A ഗ്രൂപ്പ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നതാണ് മുന്നോട്ട് വയ്ക്കപ്പെട്ടിരുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വടകരയിലും ചെറിയ അനിശ്ചിതത്വമുണ്ടായിരുന്നു. കാരണം ടി സിദ്ദിഖ് വയനാട് മത്സരിക്കുന്നില്ല എങ്കിൽ വടകരയിൽ കൊണ്ടുവരിക എന്നത് സംബന്ധിച്ച്. എന്നാൽ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ചർച്ചകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് വടകരയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നേക്കാം. വയനാട് മണ്ഡലത്തിൽ ടി സിദ്ദിഖ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇടുക്കിയിൽ ജോസഫ് വാഴയ്ക്കന്റെ പേരാണ് ഉയർത്തി കേൾക്കുന്നത്. ഈ തരത്തിലേക്കുള്ള ഒരു സമവായത്തിലേക്ക് ചർച്ചകൾ എത്തുന്നു എന്ന സൂചനകൾ ലഭിക്കുന്നു. ഏതായാലും അന്തിമമായ ഒരു സ്ഥിരീകരണത്തിന് കാത്തിരിക്കേണ്ടി വരും. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലായിരിക്കും ഈ പേരുകൾ എല്ലാം കൂടി വയ്ക്കുക. മറ്റ് മണ്ഡലങ്ങളിൽ പൂർണ്ണമായും തീരുമാനത്തിലേക്ക് എത്താൻ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്ത് KV തോമസിനെ മത്സരിപ്പിക്കാതെ ഹൈബിയുടെ മത്സരിപ്പിക്കാനുള്ള നീക്കം വളരെ സജീവമാക്കിയിരുന്നു ഒരു വിഭാഗം നേതാക്കൾ. KV തോമസ് ഇത്തവണ മത്സരിച്ചാൽ വിജയസാധ്യത കുറവാണ്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ഹൈബി പരിഗണിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ KV തോമസിന് തന്നെ ഒടുവിൽ എറണാകുളത്ത് നറുക്ക് വീഴുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. KV തോമസിന്റെ പേര് തിരഞ്ഞെടുപ്പ് സമിതിയിൽ സോണിയാഗാന്ധിയോ മറ്റ് മുതിർന്ന ഹൈക്കമാൻഡ് നേതാക്കളോ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ ഇല്ല എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ KV തോമസും ഏറെക്കുറെ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളൊക്കെ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. നിലവിൽ മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടിക വരാൻ സാധ്യതയുള്ളത്. തിരുവനന്തപുരം ശശി തരൂർ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആന്റോ ആന്റണി, ഇടുക്കിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസഫ് വാഴയ്ക്കനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴ ഷാനിമോൾ ഉസ്മാൻ, എറണാകുളം KV തോമസ്. അവിടെയും പറഞ്ഞതുപോലെ CEC-യുടെ തീരുമാനത്തിനായി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ TN പ്രതാപൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, വയനാട് നേരത്തെ പറഞ്ഞതുപോലെ ടി സിദ്ദിഖിന് സാധ്യത പ്രതീക്ഷിക്കപ്പെടുന്നു. പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസൻ, കോഴിക്കോട് MK രാഘവൻ, വടകര രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ സുധാകരൻ, കാസർഗോഡ് B സുബ്രായ് എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ വരാൻ പോകുന്ന പേരുകൾ. ഈ പേരുകൾ തിരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പാകെ വയ്ക്കും. 6:15 തിരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരുക. ഏതെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് ആ പേരുകളിൽ
മാറ്റങ്ങൾ നിർദ്ദേശിക്കും. ഇനി ആ മാറ്റങ്ങൾ അപ്രതീക്ഷിതമാണ് താനും. ഈ രീതിയിലുള്ള പട്ടികയ്ക്ക് അംഗീകാരം നൽകി കഴിഞ്ഞാൽ ഇന്ന് തന്നെ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ശരി, ഉണ്ണിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ആർ കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. കിരൺ, പ്രമുഖ നേതാക്കൾ ഇല്ലാത്ത സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസിന് വേണ്ടി ഒരുങ്ങുന്നത്. 6:30 ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സമുദായ പരിഗണന വെച്ച് ഒക്കെയും തയ്യാറാക്കിയ ലിസ്റ്റാണ്. എല്ലാവരും സംതൃപ്തരാകുന്ന ലിസ്റ്റ് തന്നെയാണോ കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്? ഇപ്പോൾ ഏകദേശം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ഒരു ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ലിസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥാനാർത്ഥികൾ അനുസരിച്ച് ഗ്രൂപ്പ് പരിഗണനയിൽ ഏകദേശം ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കാൻ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായ വ്യത്യാസങ്ങളില്ല. ഇപ്പോഴും ഒരു ചെറിയ അനിശ്ചിതത നിലനിൽക്കുന്നത് ഇടുക്കിയും വയനാടും തമ്മിൽ മാത്രമാണ്. ഇടുക്കിയും വയനാടും വെച്ചുമാറാൻ എ ഗ്രൂപ്പുകൾ തയ്യാറായാൽ എ ഗ്രൂപ്പ് ഉറച്ച നിലപാട് തന്നെ നിൽക്കുകയാണ്. ടി സിദ്ദിഖിന് വേണ്ടി വയനാട് വേണം എന്ന നിലപാട് തന്നെയാണ് എ ഗ്രൂപ്പ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ഗ്രൂപ്പിന്റെ പരമ്പരാഗതമായി മത്സരിക്കുന്ന ഇടുക്കി സീറ്റ് ചിലപ്പോൾ വിട്ടുകൊള്ളുകേണ്ടി വരും. ഇടുക്കി സീറ്റ് ഗ്രൂപ്പിനായി വിട്ടു നൽകേണ്ടി വരും. ഇത് രണ്ട് സീറ്റുകൾ തമ്മിൽ വെച്ചു മാറാൻ സമ്മതമാണെങ്കിൽ കാര്യമായ രീതിയിൽ തർക്കങ്ങൾ ഉണ്ടാവാതെ ഇത് പരിഹരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്പോഴും ചെറിയൊരു സംശയമായി ഇപ്പോഴും നിലനിൽക്കുന്നത് സാമുദായിക സമവാക്യങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ആശങ്ക നിലനിൽപ്പുണ്ട്. അത് പ്രധാന നേതാക്കൾ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടി ചിലപ്പോൾ ചില മാറ്റങ്ങളിലൂടെ ചിലപ്പോൾ അക്കാര്യത്തിൽ കൂടി തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇനി എന്തായാലും ഒരു വലിയ തർക്കത്തിലേക്ക് പോകേണ്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളെല്ലാം കോൺഗ്രസിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇനി സാധാരണഗതിയിൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് ഈ 3 നേതാക്കൾ ഒരുമിച്ചിരുന്നാൽ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കൂടിയിരുന്നാൽ, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെല്ലുമ്പോൾ കെ.സി. വേണുഗോപാലിനെ പോലൊരു മുതിർന്ന നേതാവ് കൂടിയുണ്ട്. ഇവർ കൂടിയിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ളത്. അത്തരം ഒരു ലിസ്റ്റ് എന്തായാലും വൈകുന്നേരത്തോടുകൂടി തന്നെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗ്രൂപ്പുകളെ സംബന്ധിച്ച് അത്തരം ഒരു വലിയൊരു തർക്കത്തിലേക്ക് പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വല്ലാതെ സീറ്റ് കുറഞ്ഞു പോവുകയോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വലിയ അപ്രമാദം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെ നില ഏകദേശം തുടരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഗ്രൂപ്പില്ലാതെ മത്സരിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥലത്ത് ഇത്തവണയും ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്ത രാജ്മോഹൻ തന്റെ പേരാണ് പ്രധാനമായും വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതിയ തർക്കം വരുന്നില്ല. സിറ്റിംഗ് സീറ്റ് സ്ഥിരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് വയനാട്. ആ സീറ്റ് ഗ്രൂപ്പിനായിരുന്നു. ഗ്രൂപ്പ് ഈ വയനാട് സീറ്റ് എ ഗ്രൂപ്പിന് വേണ്ടി വിട്ടു നൽകുകയാണെങ്കിൽ ഫലത്തിൽ ഇടുക്കി സീറ്റ് മാത്രമാണ് എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെട്ട ഇടുക്കി സീറ്റാണ് എ ഗ്രൂപ്പ് വിട്ടു നൽകുന്നതെങ്കിലും സാങ്കേതികമായി പറഞ്ഞാൽ മറ്റൊന്നു കൂടിയുണ്ട്. പാലക്കാട് സീറ്റ് ഗ്രൂപ്പിന് കിട്ടിയിരിക്കുന്നു. പാലക്കാട് സീറ്റ് കഴിഞ്ഞ തവണ ജനതാദൾ വീരേന്ദ്രകുമാർ വിഭാഗം മത്സരിച്ച സീറ്റാണ്. അത് ഗ്രൂപ്പിന് വരുന്നു. അപ്പോൾ വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് വിട്ടു നൽകുമ്പോൾ പകരം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ 2 സീറ്റ് എന്നുള്ള ഒരു സാങ്കേതിക ന്യായം കൂടി എ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചില തർക്കങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട്. ഗ്രൂപ്പിനെ സംബന്ധിച്ച് വിജയം ഉറപ്പുള്ള ഈ വയനാട് സീറ്റ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തലയും പ്രധാനമായും ജോസഫ് വാഴക്കനുമാണ് ഇത്തരം ഒരു നിർദ്ദേശത്തിന് പിന്നിലുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ ഒരു നേതാവിന് കീഴിൽ നിൽക്കുന്ന ഒരു എ ഗ്രൂപ്പ് പോലെ കൃത്യമായ ഒരു സംവിധാനമുള്ള ഗ്രൂപ്പല്ല. ഗ്രൂപ്പിന് വിവിധ നേതാക്കളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഗ്രൂപ്പ്. വിശാല എന്നാണ് അതിന് പറയുന്നത് തന്നെ. അതുകൊണ്ട് അതിൽ പല നേതാക്കളും ചില എതിർപ്പുകൾ ഉയർത്തിയിരുന്നു. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിന്റെ പേരിൽ ഒരു വലിയ എതിർപ്പിലേക്ക് ഉയരാനും അതൊരു വലിയ തർക്കമായി മാറാനുമുള്ള സാധ്യത വളരെ കുറവാണ്. ശരി, കിരണും തുടരുക. ഇപ്പോൾ ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീലാൽ, ഇന്ന് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് മിടുക്കന്മാരും ചുണക്കുട്ടികളും അടങ്ങുന്ന ലിസ്റ്റ് 6:30 പ്രഖ്യാപിക്കും കോൺഗ്രസ് എന്നതാണ്. മാധ്യമപ്രവർത്തകർക്ക് പോലും അത്ഭുതവും നിങ്ങൾക്ക് പോലും അങ്ങനെ തോന്നും എന്ന് പറഞ്ഞു. അങ്ങനെ തോന്നാൻ ഉണ്ടോ? നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ലിസ്റ്റ് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് രേണുക അങ്ങനെ ഒരു വലിയ ഒരു സർപ്രൈസ് എലമെന്റ് ഒന്നും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ വടകരയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നതാകാം. ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്നും ഇന്ന് രാവിലെ വരെ പറഞ്ഞതിൽ നിന്നും മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പേരായി നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മറ്റ് വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളാരും തന്നെ മറ്റ് വലിയ മാറ്റങ്ങളുണ്ടാകും എന്നുള്ള സൂചനകളും നമുക്ക് തരുന്നില്ല. എന്തായാലും വയനാടിൻ്റെ പേരിലാണ് ഏറ്റവും ഒടുവിൽ തർക്കം ഉണ്ടായിരിക്കുന്നത്. വയനാട് സീറ്റിൽ ഷാനിമോൾ ഉസ്മാൻ വയനാട് സീറ്റിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് ഗ്രൂപ്പിന്റെ ആവശ്യം. എന്നാൽ ടി സിദ്ദിഖിന് വേണ്ടി എ ഗ്രൂപ്പ് വയനാട് സീറ്റിന് വേണ്ടി കർശനമായ നിലപാടെടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വയനാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ
അത് ബാധിക്കുക ഇടുക്കി സീറ്റിനെ കൂടിയാണ്. ഇടുക്കിയിൽ ആര് എന്നുള്ള കാര്യത്തിൽ കൂടിയാണ്. കാരണം എ ഗ്രൂപ്പ് ഇടുക്കി സീറ്റ് ഐ ഗ്രൂപ്പിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് വയനാട് ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ വലിയ മാറ്റങ്ങൾ ഈ രണ്ട് സ്ഥലത്തേക്കും വരാനുണ്ടാകും. അല്ലാതെ മറ്റു തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ പട്ടികയിൽ ഇല്ലതാനും. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ കടമ്പയുണ്ടായിരുന്നത് ഇടുക്കി സീറ്റിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമം. ഇന്നിപ്പോൾ ഏറ്റവും അവസാന നിമിഷം വരെയും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി. ഉമ്മൻചാണ്ടിയെ ഈ തെരഞ്ഞെടുപ്പിന് ഇറക്കി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന ആ സീറ്റും തൊട്ടടുത്തുള്ള അതിപ്പോൾ ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ ഇറങ്ങുകയാണെങ്കിൽ കോട്ടയത്തും പത്തനംതിട്ടയിൽ പോലും അതുകൊണ്ടുള്ള ഒരു ഗുണമുണ്ടാകും എന്നുള്ള വാദമാണ് ഇന്ന് രാവിലെ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ തന്നെ താൻ മത്സരിക്കാനില്ല എന്ന കാര്യം ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു. രാഹുൽ ഗാന്ധി അതിനുള്ള അനുമതി നൽകിയിരുന്നു. ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ നിരവധി കാരണങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒന്ന്, കേരളം വിട്ടു പോകാനുള്ള താല്പര്യക്കുറവ് ആണ് ഒരു കാരണമായി അദ്ദേഹം പറഞ്ഞത്. രണ്ട്, ആന്ധ്രയുടെ ചുമതലയുണ്ട്. ആന്ധ്രയിൽ പാർട്ടിയുടെ വലിയ മോശപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ നിന്ന് പാർട്ടിയെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ താൻ അവിടെ തന്നെ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരരംഗത്ത് ഇറങ്ങാൻ താല്പര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി അറിയിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഈ നിലപാട് രാഹുൽ ഗാന്ധി അംഗീകരിച്ച ശേഷമാണ് ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി വീണ്ടും രംഗത്തിറക്കാനുള്ള ചില ആലോചനകളും ചില നിലപാടുകളും ചില നിർദ്ദേശങ്ങളുമെല്ലാം ഉണ്ടായത്. തുടർന്ന് ഉമ്മൻചാണ്ടി ഡൽഹിക്ക് എത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ഉമ്മൻചാണ്ടി ഇന്നലെ തന്നെ ആന്ധ്രയിൽ ആയിരുന്നു സീറ്റ് വിഭജന ചർച്ചകളുടെ ഭാഗമായിട്ട്. അവിടെ നിന്ന് ഉമ്മൻചാണ്ടി ഡൽഹിക്ക് എത്തണമെന്ന നിർദ്ദേശമാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായതെങ്കിലും ഉമ്മൻചാണ്ടി അവിടെ നിന്ന് കേരളത്തിലേക്കാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ഡൽഹിക്ക് പോകാതെ ഒഴിഞ്ഞുമാറി. അതോടെ തന്നെ പിന്നെ ഉമ്മൻചാണ്ടിയെ ബലമായി ഈ മത്സരരംഗത്ത് ഇറക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് വ്യക്തമായതോടെയാണ് രമേശ് ചെന്നിത്തലയും KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടി മത്സരിക്കില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. ഉമ്മൻചാണ്ടി മത്സരിക്കില്ല എന്ന് വ്യക്തമായതോടെ പിന്നീട് ബാക്കി കാര്യങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഈ സ്ക്രീനിംഗ് കമ്മിറ്റിക്കായി. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഒറ്റപ്പേരായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് പോകുന്നത് എന്നുള്ള സൂചനകളാണുള്ളത്. പക്ഷേ വയനാടിൻ്റെ കാര്യത്തിലും ഇടുക്കിയുടെ കാര്യത്തിലും ഒന്നിലധികം പേരുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പട്ടികയും തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് പോകാം. എന്തായാലും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് സമിതിയിലുണ്ട്. അവർക്ക് കേരളത്തിലെ വിഷയങ്ങൾ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എന്തായാലും വലിയ തർക്കങ്ങളിലേക്ക് പോകില്ല. ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുമെന്ന് തന്നെയാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പറയുന്നത്. തിരിച്ചു വരാം ശ്രീലാല്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, കോൺഗ്രസിന്റെ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു ജോസഫ്. എന്തായാലും ജോസഫിന്റെ പ്രതികരണം വരുന്നു. ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് PJ ജോസഫ് വ്യക്തമാക്കുന്നത്. പ്രതിഷേധമുണ്ടെങ്കിലും UDF-ൽ തുടരുമെന്നും പറയുന്നു. MS അനീഷ് കുമാർ അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, കോൺഗ്രസിന്റെ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു ജോസഫ്. ഇപ്പോൾ ഔദ്യോഗിക തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ നീക്കം? രേണുക, ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, അനിശ്ചിതത്വം എന്നിവയ്ക്കെല്ലാം അറുതിയായിരിക്കുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ PJ ജോസഫ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ജോസഫിൻ്റെ പുറപ്പുഴയിലെ വീട്ടിലാണ്. ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹം ഇവിടെ നിന്നും പോയതാണ്. തുടർന്ന് വിവിധ തലങ്ങളിലായി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടത്തി. എന്നാൽ ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഹൈക്കമാൻഡ് പൂർണ്ണമായും സീറ്റ് നൽകാനാവില്ലെന്ന തീരുമാനം ഔദ്യോഗികമായി തന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഔദ്യോഗികമായി തന്നെ KPCC ഭാരവാഹികൾ ജോസഫിനെ അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ജോസഫ് 5 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ KM മാണി തന്നെ പൂർണ്ണമായി കൈവിട്ടിട്ടും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ തനിക്ക് വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നൊരു വികാരം തന്നെയാണ് ജോസഫിനുള്ളത്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ജോസഫ് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ നിർണായകമായ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ താൻ എടുക്കും എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷമാവും താൻ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും KM മാണി തന്നെ ഒരു നിർണായക ഘട്ടത്തിൽ കൈവിട്ടെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കൾ ആ ഘട്ടത്തിൽ തന്നെ ചേർത്ത് വെച്ചതിൻ്റെ ഒരു നന്ദി സൂചകമായി തന്നെയാണ് താൻ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഇപ്പോൾ എടുക്കാത്തതും ഒരു മത്സരത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വിശദമായ ഒരു വാർത്താ PJ ജോസഫ് മത്സരിക്കില്ല എന്ന് പറയുന്നു. UDF-ൽ തുടരുമെന്നും പറയുന്നു. UDF-ൽ തുടരുമെന്ന് പറയുമ്പോൾ അദ്ദേഹം KM മാണിക്കൊപ്പം തന്നെ ആകുമോ, കേരള കോൺഗ്രസ് തന്നെ ആകുമോ നിൽക്കുക, അതോ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന് UDF-ൽ മറ്റൊരു ഘടകകക്ഷിയായി നിൽക്കുമോ? അങ്ങനെ ഒരു ഉറപ്പ് ജോസഫിന് ലഭിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്?
തീർച്ചയായും ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നില്ല എന്നാണ് ജോസഫുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. കാരണം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുന്നു. കോൺഗ്രസിന് വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനവും തൽക്കാലം തൻ്റെ പക്കൽ നിന്നുണ്ടാവില്ല. അതായത് കെ എം മാണിയോടൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു നീക്കത്തിലേക്ക് എത്തില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ സൂചന നൽകിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ തന്നെ നിർണായകമായ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് താൻ നീങ്ങും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്നും അനുമാനിക്കാൻ കഴിയാവുന്നത് പെട്ടെന്ന് മാണി ഗ്രൂപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കോളിളക്കമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ വീണ്ടും ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഒന്നും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി, എം എസ് അനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ശ്രീലാൽ, പിളർപ്പുണ്ടാകില്ല എന്ന സൂചനയാണ് അനീഷ് നൽകുന്നത്. പക്ഷേ എങ്ങനെ അത് സാധ്യമാകും? കാരണം പി ജെ ജോസഫിനെ പോലെ ഒരു പ്രമുഖനായ നേതാവ്, ശക്തനായ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ മത്സരിക്കുമെന്ന് പറയുന്നു. അവസാന നിമിഷം വരെയും അതിനുവേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസ് കൂടി കൈവിട്ട സാഹചര്യത്തിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആ പാർട്ടിയിൽ തുടരുക എന്നത് ആത്മഹത്യാപരമായില്ലേ? തീർച്ചയായും ഇനി ഈ പാർട്ടിയിൽ തുടരുക എന്ന് പറയുമ്പോൾ എല്ലാ ജോസ് കെ മാണി അടക്കമുള്ളവർക്ക് കീഴടങ്ങി തന്നെയാണ് ഇനിയിപ്പോൾ പി ജെ ജോസഫ് ഈ പാർട്ടിയിൽ തുടരേണ്ടത്. അത് അധികനാൾ പി ജെ ജോസഫ് അങ്ങനെ തുടരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. ചില ഉറപ്പുകൾ കോൺഗ്രസ് ഏറ്റവും അവസാനം വരെയും സീറ്റ് നൽകാമെന്നുള്ള സൂചനകൾ നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയും ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ആ സീറ്റ് എടുക്കുകയും അവസാനം ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തുകയും വേറെ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പോവുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ജോസഫുമായിട്ടുള്ള പ്രശ്നത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനവും ഒടുവിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന യാഥാർത്ഥ്യവും. അത് അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നടപടിയിലേക്ക് കടുത്ത നിലപാടുകളിലേക്ക് ജോസഫ് മാറിക്കഴിഞ്ഞാൽ ജോസഫ് നേരിടാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ആ പ്രതിസന്ധിയിലേക്ക് പോകും. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും, MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മോൻസ് അടക്കമുള്ളവർക്കും MLA സ്ഥാനം രാജിവെച്ച് പുറത്തു വരേണ്ടി വരും. അങ്ങനെ പുറത്തു വന്നാൽ അദ്ദേഹത്തിന് LDF-മായി സഹകരിക്കാം, അത് മറ്റൊരു കഥ. പക്ഷേ അതിന് അദ്ദേഹം എന്തായാലും ഇപ്പോൾ UDF വിട്ട് പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്നും ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടാകാം. ഇലക്ഷന് ശേഷം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പി ജെ ജോസഫിനെ കോൺഗ്രസ് UDF-ൽ തന്നെ നിലനിർത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ പാർട്ടി പുനരുദ്ധരിച്ച് ആ പാർട്ടിക്ക് UDF-ൽ തന്നെ തുടരാനുള്ള അവസരം ഒരുക്കി കൊടുക്കാം എന്നുള്ള ഉറപ്പ് എന്ന രീതിയിലൊരു ഉറപ്പ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം പ്രതിസന്ധി ഉണ്ടാക്കാതെ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നിർണായക തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അദ്ദേഹം നമ്മുടെ അനീഷിനോട് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നിർണായക തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ താനൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. താൻ വലിയ പ്രഖ്യാപനങ്ങളോ വലിയ നടപടികളിലോ കടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയാൻ പോകുന്നത്. ഇത് തന്നെ കൂറുമാറ്റ നിരോധന നിയമം എന്നതിനപ്പുറം തന്നെയും ഒരു സീറ്റ് മോഹിയായി സീറ്റിന് വേണ്ടി വാദിച്ചു പുറത്തേക്ക് പോകുന്നു എന്നത് ഇത്തരമൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന സാഹചര്യത്തിൽ ചെയ്യുക എന്നത് പൊതുജനങ്ങളെ കൂടി ബോധിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇല്ലേ? പി ജെ ജോസഫിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടത് അത് അനാവശ്യമായ ഒരു ആവശ്യമാണ് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. പി ജെ ജോസഫ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട രീതിയിലുള്ള സീറ്റ്. അതിനുള്ള കാരണം രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ജോസ് കെ മാണി മത്സരിച്ചു, ജോസ് കെ മാണി ജയിച്ചു. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ആ രാജ്യസഭാ സീറ്റ് നൽകാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതിനും പി ജെ ജോസഫ് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ലാതെ അംഗീകരിക്കുന്നു. അതിനുശേഷം വരുന്നൊരു തിരഞ്ഞെടുപ്പിൽ തനിക്ക് അത് മറ്റൊരാൾക്ക് വേണ്ടി മത്സരിക്കാനല്ല പി ജെ ജോസഫ് ഈ സീറ്റ് ചോദിച്ചത്, തനിക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് ഈ സീറ്റ് ചോദിച്ചത്. ആ സീറ്റ് കൊടുക്കാതെ മാണി അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് പൊതുവിൽ ഉണ്ടായ ഒരു വികാരം. അതിനുശേഷം ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ, ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും അന്നുണ്ടായ ചർച്ചകളും അന്നുണ്ടായ വിലയിരുത്തലുകളുമെല്ലാം എന്തുകൊണ്ടും ചാഴിക്കാടനേക്കാൾ ഉചിതനായ സ്ഥാനാർത്ഥി, മത്സരിക്കാൻ ഉചിതനായ സ്ഥാനാർത്ഥി, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ചാഴിക്കാടനേക്കാൾ എന്തുകൊണ്ടും പി ജെ ജോസഫ് തന്നെയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. അപ്പോൾ പി ജെ ജോസഫ് സീറ്റിന് വേണ്ടി മോഹിച്ച് എടുത്തു ചാടിയ ഒരു നേതാവായിട്ടല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി കടിപിടി കൂട്ടിയ ഒരു നേതാവായിട്ടല്ല പൊതുവിൽ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പി ജെ ജോസഫ് അർഹതപ്പെട്ട സീറ്റ് ചോദിച്ചു. പക്ഷേ കെ എം മാണി മകന് വേണ്ടിയിട്ട് അത് നൽകിയില്ല. പി ജെ ജോസഫിനെ പാർട്ടിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കാനുള്ള ശ്രമമാണ് കെ എം മാണിയും ജോസ് കെ മാണിയും ചേർന്ന് ശ്രമിച്ചതെന്നും അതിനെ നേരിടാനുള്ള ശ്രമമാണ് പി ജെ ജോസഫ് നടത്തുന്നത് എന്ന രീതിയിൽ തന്നെയാകും വരിക. ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസും
ഇതിനെ കാണുന്നത്. എന്തായാലും കോൺഗ്രസിലെ പ്രതിസന്ധി, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. 6:30 സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഒപ്പം ജോസഫ് മത്സരിക്കാനില്ല എന്ന തീരുമാനം അറിയിച്ചിരിക്കുന്നു. UDF-ൽ തുടരുമെന്നും പറഞ്ഞിരിക്കുന്നു. M. ഉണ്ണികൃഷ്ണനും MS അനീഷ് കുമാറും R. കിരൺ ബാബുവും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലുമാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടക്കലിൽ നടന്ന കൂടിക്കാഴ്ച യാദൃച്ഛികമാണെന്ന മുസ്ലിം ലീഗ് വാദം തള്ളി SDPI. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി ന്യൂസ് 18നോട് പറഞ്ഞു. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിക്കുമെന്നും SDPI വ്യക്തമാക്കി. കൊണ്ടോട്ടിയിൽ നടന്നത് രഹസ്യ ചർച്ചയല്ലെന്നും യാദർശികമായ കൂടിക്കാഴ്ചയാണെന്നുമുള്ള ലീഗ് വാദം തള്ളുന്നതാണ് മജീദ് ഫൈസിയുടെ വെളിപ്പെടുത്തൽ. ലീഗ് നേതാക്കളെ കാണാൻ SDPIയുടെ ഭാഗത്തു നിന്ന് താല്പര്യമെടുത്തിട്ടില്ല. മുസ്ലിം ലീഗ് നേതാക്കളുടെ താല്പര്യപ്രകാരം തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയെ നിർത്തും. SDPI അതിന്റെ തനിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SDPI മത്സരിക്കും. SDPI തീവ്രവാദ പാർട്ടിയാണെന്ന മുനവർ അലി ശിഹാബ് തങ്ങളുടെ ആരോപണം രഹസ്യചർച്ച പുറത്തായതിന്റെ ജാള്യത മറയ്ക്കാനാണെന്നും മജീദ് ഫൈസി ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീർ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയെങ്കിലും കൂടിക്കാഴ്ചയെ ചൊല്ലി ലീഗിൽ അതിർത്തി പുകയുകയാണ്. മലപ്പുറത്ത് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് കുഞ്ഞാലിക്കുട്ടിയെ സഹായിക്കാനാണെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് SDPI നിലപാട് മാറ്റിയതെന്നാണ് സൂചന. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ടയിൽ PS ശ്രീധരൻപിള്ളയുടെയും K സുരേന്ദ്രന്റെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും പേരുകളുമായി BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനാണ് മുൻഗണന. സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടികയിൽ ടോം വടക്കന്റെ പേരില്ലെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുന്നത്. പത്തനംതിട്ടയിൽ BJPയുടെ പട്ടികയിലുള്ളത് 3 കരുത്തർ. സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, പിന്നെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും. പാലക്കാട് മത്സരിക്കുമെന്ന് കരുതിയിരുന്ന ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ആറ്റിങ്ങലാണ് മുൻഗണന. കൊല്ലത്തെ പട്ടികയിൽ സുരേഷ് ഗോപിയും CV ആനന്ദബോസും ശ്യാംകുമാറും. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മാത്രമാണ് പട്ടികയിലുള്ളത്. 3 ദിവസം മുമ്പ് BJPയിലെത്തിയ ടോം വടക്കന്റെ പേര് സംസ്ഥാന സമിതി നൽകിയ പട്ടികയിലില്ലെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. അതിനെ സംബന്ധിച്ചിടത്തോളം കേരള ഘടകത്തിലൊന്നും അറിയില്ല. കേരള ഘടകത്ത് അദ്ദേഹം ചേരുന്ന കാര്യം പറഞ്ഞിരുന്നു, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരുന്നു. അതിന്റെ ഇനിയിപ്പോൾ അദ്ദേഹം മത്സരിക്കോ ഇല്ലെന്നുള്ള കാര്യത്തെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയാണ് ഞങ്ങളോട് പറയേണ്ടത്. കോട്ടയത്ത് PC തോമസ് NDA സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് P സുധീർ, PM വേലായുധൻ, KPMS നേതാവ് നീലകണ്ഠൻ മാസ്റ്റർ. ഇടുക്കിയിൽ BDJSന്റെ ബിജു കൃഷ്ണനും എറണാകുളത്ത് V ഗോപകുമാറും സ്ഥാനാർത്ഥിയായേക്കും. ചാലക്കുടിയിൽ AN രാധാകൃഷ്ണൻ, അനൂപ് ആന്റണി എന്നിവർക്കൊപ്പം കോൺഗ്രസിൽ നിന്നെത്തിയ ടോം വടക്കന്റെ പേരും ദേശീയ നേതൃത്വം നൽകിയേക്കും. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ K സുരേന്ദ്രൻ മത്സരിക്കാനെത്തും. ആലത്തൂരിൽ BDJSന്റെ PV ബാബു, പാലക്കാട് ശോഭാ സുരേന്ദ്രനു പുറമെ P കൃഷ്ണകുമാർ, കോഴിക്കോട് MT രമേശും പ്രകാശ് ബാബുവും, വടകര VK സജീവൻ, പൊന്നാനി VT രമ, മലപ്പുറം V ഉണ്ണികൃഷ്ണൻ, കണ്ണൂരിൽ CK പത്മനാഭൻ, വയനാട് ആന്റോ അഗസ്റ്റിൻ എന്നിവർക്കാണ് സാധ്യത. കാസർഗോഡ് PK കൃഷ്ണദാസിനൊപ്പം പ്രകാശ് ബാബു, K ശ്രീകാന്ത് എന്നിവരും പരിഗണനയിലുണ്ട്. വൈകിട്ടാണ് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലെ പട്ടികയും പരിശോധിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. മുക്കത്ത് യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. കൊടിയത്തൂർ സ്വദേശി ദാനിഷിന്റെ മരണത്തിന് പിന്നിൽ മയക്കുമരുന്ന് മാഫിയയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, എന്താണ് ബന്ധുക്കൾ പറയുന്നത്? രേണുക, മുക്കം കൊടിയത്തൂർ സ്വദേശി ദാനിഷാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ രാത്രി മരിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി വീട്ടിൽ നിന്നും, കൊടിയത്തൂരിലെ വീട്ടിൽ നിന്നും 2 സുഹൃത്തുക്കൾ എത്തിയാണ് ദാനിഷിനെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയത്. പിന്നീട് രാത്രിയോടുകൂടി ദാനിഷ് മരിച്ചതായി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഇത്തരമൊരു വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. അന്വേഷണത്തിൽ ഇവർ അമിതമായ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അവശനിലയിൽ ദാനിഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾക്ക് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. ഏതായാലും മുക്കം പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഏത് തരത്തിലുള്ള മയക്കുമരുന്നാണ് ഉപയോഗിച്ചെന്നുള്ള ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പ്രദേശത്ത്, മുക്കം പ്രദേശത്ത് ഇതിനു മുൻപും പലതവണ ഇത്തരം മയക്കുമരുന്ന് കേസുകൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ടായിരുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം മയക്കുമരുന്ന് പ്രവർത്തനം നടത്തുന്നതായുള്ള വിവരവും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ.